മഹാബലി രാജ്യം ഭരിക്കണം. ദേവന്മാർക്ക് അമൃത് കിട്ടി. എങ്കിലും അസുര പാരമ്പര്യത്തിൽ മഹാബലി ചക്രവർത്തി, നമ്മൾ കേട്ടത് മഹാബലി കേരളം ഭരിച്ചു എന്നാണ് അല്ലേ? പക്ഷെ മഹാബലി കേരളം ഭരിച്ചു എന്നല്ല, നർമ്മദാ നദീ തീരത്ത് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നതാണ്. അന്ന് പുഴകളിലൂടെയല്ലേ ട്രാൻസ്പോർട്ടേഷൻ. അപ്പം അങ്ങനെയായിരിക്കും കേരളമൊക്കെ അതിൻ്റെ ഒരു ഭാഗമായി നിന്നിട്ടുണ്ടാവുക. ഏതായാലും മഹാബലി തൻ്റെ നന്മ കൊണ്ട് ലോകത്തെ കീഴടക്കി. ഇങ്ങനെ മഹാബലി രാജ്യം ഭരിച്ച് നന്മ കൊണ്ട് ദേവന്മാരുടെ ഭൂമി പോലെ അയാളുടെ കയ്യിലായി. അപ്പോഴാണ് അതിഥി ചെന്ന് എൻ്റെ മക്കൾ റോട്ടിലാണ്, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പയോവ്രതം അനുഷ്ഠിക്കാൻ പറഞ്ഞത്. പയോവ്രതം അനുഷ്ഠിച്ച് അതിലുണ്ടായ കുട്ടിയാണ് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ അവതരിച്ച അവതാരം. ശരിക്ക് തിരുവോണം എന്നത് ആ ദിവസത്തിന്റെ പ്രത്യേകത വാമന ജയന്തിയാണ്. എന്താണ് അതറിയുന്നവരുണ്ട്, അത് ഇപ്പം അറിഞ്ഞവർ കൈപൊക്കും. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയെന്നുള്ളത്. നോക്കൂ, നമ്മുടെ ഹിന്ദുക്കൾക്ക് പലതും അറിയില്ല. തിരുവോണ നാള് എന്ത് ദിവസം? വാമനൻ അവതരിച്ച ദിവസമാണ്. നിൽക്കട്ടെ, വാമനൻ അവതരിച്ച ഉടനെ തന്നെ പെട്ടെന്നൊരു വടുരൂപം, കുട്ടിയുടെ രൂപെടുത്തു. കുട്ടിക്ക് വേണ്ട 28 ഉണ്ടല്ലോ, ഓരോരുത്തരും ഓരോ സമ്മാനം കൊടുക്കാൻ തുടങ്ങി. അച്ഛൻ ആ കുട്ടിക്ക്, അമ്മ കൗബീനം ധരിപ്പിക്കുന്നു, അച്ഛൻ ഉപനയനം നയിപ്പിക്കുന്നു, സൂര്യദേവൻ ഗായത്രി ചൊല്ലിക്കുന്നു, സരസ്വതി ഗ്രന്ഥം കൊടുക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്ത് കുട്ടി അവിടെ നിന്നും കമണ്ഡലവുമായി കൊടയുമായി ഒരിറക്കം. എങ്ങോട്ട്? അവതരിച്ച ഉടനെ ഇറങ്ങി. എങ്ങോട്ട്? മഹാബലി യാഗം ചെയ്യുന്നിടത്തേക്ക്. മഹാബലി സ്വീകരിച്ചു. ഋഷിപുത്രനാണെന്നൊക്കെ കരുതി സ്വീകരിച്ചു. വരാൻ പറഞ്ഞു. കാലൊക്കെ കഴുകി ആ തീർത്തൊക്കെ തളിച്ചു. അദ്യമേ കുലം പാവിതം എന്നൊക്കെ പറഞ്ഞു. ഭഗവാൻ മഹാബലിയെ പൊക്കി എന്ന് പറഞ്ഞാൽ കൈകൊണ്ടല്ല, പ്രശംസിച്ചു. ധാനവീരൻ, ശ്രേഷ്ഠൻ, കുല, അങ്ങനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് പൊക്കി. അപ്പൊ പറഞ്ഞു, എന്തെങ്കിലും എൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കണം. യാഗം നടക്കുന്നിടത്ത് ചെന്നാൽ ദാനം സ്വീകരിക്കണം എന്നാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ദാനം എന്നിൽ നിന്നും വാങ്ങണമെന്ന്. ഉടനെ ഭഗവാൻ പറഞ്ഞു, ഒന്നും വേണ്ട മഹാബലി, തൃപ്തനായി. അങ്ങനെ പറയാൻ പറ്റില്ല. എന്തെങ്കിലും, ഇപ്പൊ നമ്മുടെ ഒരു കല്യാണ വീട്ടിലും മറ്റോ പോയാൽ ഒരു ചായ കുടിക്കാതെ നിങ്ങൾ വിടുവോ? ചായ കുടിപ്പിക്കാതെ വിടുവോ? പറയൂ. പഴയ കാലത്തൊക്കെ ഒരാൾ കയറി വന്നാൽ, ഇപ്പോഴത്തെ കാലമൊക്കെ പോയി. പണ്ടൊക്കെ ഒരാൾ കല്യാണ വീട്ടിൽ കയറി വന്നാൽ ചായ കൊടുക്കുവോ? എന്താ ഒന്നും മിണ്ടാത്തത്? അതൊരു മര്യാദയാണ്. ആണോ? എന്തെങ്കിലും ഒന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നിർബന്ധിച്ചപ്പോഴാണ് വാമനൻ പറയണത്, അത്ര നിർബന്ധമാണെങ്കിൽ എന്ത് തരണം? തൃതീയം പദം. എന്താ വേണ്ടത്? 3 അടി മണ്ണ് വേണമെന്ന്. ഇത് കേട്ട് മഹാബലി പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, കുട്ടിക്ക് ഒന്നാമത് ഉയരല്ല, വിവരവും ഇല്ല. അരം 3 അടി മണ്ണ് കൊണ്ട് എന്താക്കാനാണ്? എന്നാണെങ്കിൽ 3 അടി മണ്ണിൽ ഫ്ലാറ്റ് ഉണ്ടാക്കാം. അന്ന് പതും പറ്റുന്ന കാലല്ല. 3 അടി മണ്ണ് കൊണ്ട് എന്താക്കാനാണ്? ഇത് കേട്ടപ്പോ മഹാബലിയോട് വാമൻ പറയണ, എൻ്റെ മഹാബലി, എനിക്ക് വേണ്ടിയിട്ടല്ല, 3 അടി കൊണ്ട് തൃപ്തിപ്പെടാത്തവൻ 3 ലോകം കിട്ടിയാലും തൃപ്തി വരുമോ? പറയൂ. ഇപ്പൊ നിങ്ങൾക്കൊക്കെ എത്ര പ്രായമായാലും സ്വർണം വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയുമോ? അത് പറഞ്ഞപ്പം മിണ്ടണില്ല. ഒരു പവൻ സ്വർണം ഇവിടെ വരുന്നവർക്കൊക്കെ കൊടുക്കണു പറഞ്ഞാൽ ആദ്യം 99 വയസ്സുള്ള മുത്തശ്ശിയായിരിക്കും മുന്നിൽ നിൽക്കുക. ആർത്തി ഉണ്ടാവൂ ഇല്ലയോ? ഉണ്ടാവൂ ഇല്ലയോ? ഉണ്ടാവും. വസ്ത്രം കിട്ടിയിട്ട് മതിയിട്ടുണ്ടോ? പറയൂ, മതിയിട്ടുണ്ടോ? നമുക്ക് ആകെ മതി എന്ന് പറയുന്നത് ഉച്ച സമയത്തും രാവിലെയൊക്കെയാണ്. എപ്പോ? ആഹാരം കഴിക്കുമ്പോൾ. എന്നാൽ തന്നെ നിങ്ങളുടെ വയറ് നിറഞ്ഞ് ഇനി ഒരു ലേശം പോവാത്ത സമയത്ത് പറയാണ്, ഇത് അമ്പലപ്പുഴ പാൽപ്പായസാണെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് വിളമ്പിക്കോളൂ. നിങ്ങളുടെ സ്ഥലമില്ല എന്നല്ലേ പറഞ്ഞത് എന്ന്. അപ്പം നിങ്ങൾ പറയും, ഇതിനൊക്കെ പോകാനുള്ള സ്ഥലം കൂടി ഉണ്ടാവുമെന്ന്. അപ്പം മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ട്. പണ്ടത്തെ ആൾക്കാർ അങ്ങനെയാണ്. പണ്ടത്തെ ആൾക്കാർ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന കാലമാണ്. ആണോ? 8-10 കയ്യിലൊക്കെ പായസം വിളമ്പിയിട്ട് ആ വിളമ്പുന്നവൻ ചോദിച്ചു, അല്ല ഇത് കഴിഞ്ഞിട്ട് വേറൊരു പായസം ഉണ്ട് എന്ന്. അതിനുള്ള ഇടം ഉണ്ടാവുമോ ചോദിച്ചു, സ്ഥലം ഉണ്ടാവുമോ എന്ന്. എടോ, തൃശ്ശൂർ പൂരത്തിന് എത്ര ആളുകൾ അവിടെ വന്ന് നിറയും. മണൽത്തരിയിടാൻ സ്ഥലം ഉണ്ടാവില്ല. എന്നാലൊരു ആന വരുമ്പോഴോ
ആനയ്ക്ക് പോകാൻ സ്ഥലം ഉണ്ടാവില്ലേ? വിളമ്പടോ താൻ പായസം. അതായത് എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞാലും ഇനി ഒരു പായസം വന്നാൽ മറ്റു പായസമൊക്കെ വഴി കൊടുക്കത്രേ. എന്തോ ഒരു വയറാണത്. ഇങ്ങനെ മഹാബലി പറഞ്ഞു, കുട്ടിക്ക് വിവരമില്ലെങ്കിലും ഉയരമില്ലെങ്കിലും വിവരമുണ്ട്, എന്നാ പിന്നെ 3 അടി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും ശുക്രാചാര്യര് ശപിച്ചു, മഹാബലിയെ കൊടുക്കരുത്. കാരണം ഇത് ആരാണ് മഹാബലി? ഇത് സാധാരണ കുട്ടിയൊന്നല്ല, ഇത് സാക്ഷാൽ മഹാവിഷ്ണു വേഷം കയറി മാറി വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടും മഹാബലി ഒട്ടും കുലുങ്ങിയില്ല. മഹാബലി പറഞ്ഞു, ഞാൻ 3 അടി മണ്ണ് തരുന്നു. അത് പറഞ്ഞതും ഭഗവാൻ വലിയൊരു വിശ്വരൂപത്തെ എടുത്ത് 1 അടി കൊണ്ട് മണ്ണളന്നു, 2ാമത്തെ അടി കൊണ്ട് ദിക്കളന്നു, 3ാമത്തെ അടി വെക്കാൻ സ്ഥലമില്ല. അതാണല്ലോ ഇനിയിപ്പോ പ്രശ്നം. 3ാമത്തെ അടി ഇപ്പൊ എവിടെയാ വെക്ക? മഹാബലിയെ ഭഗവാൻ കെട്ടിയിട്ടു എന്നാ പറയണത്. 3യം പദം തരൂ, എനിക്കിനി 1 അടിയും കൂടെ തരണം. മഹാബലി എന്ത് ചെയ്തു? ആരുടെ? ഭാര്യയുടെ ആളല്ലയോ? ഇപ്പോഴത്തെ ഭാര്യയാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ തല വെച്ചു കൊടുക്കൂ. മഹാബലി ആരുടെ തല വെച്ചു കൊടുത്തു? സ്വന്തം തല വെച്ചു, അല്ലേ? 3യം പദം തലയിൽ വെക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? കൃത്യം ശ്ലോകം അങ്ങോട്ട് പറഞ്ഞുതരാൻ നിൽക്കുന്ന പിന്നെ പ്രശ്നമില്ലല്ലോ. 22-ാം അധ്യായം 33-ാം ശ്ലോകം. എത്രയാണ്? 33. അപ്പൊ 8-ാം സ്കന്ധം 23-ാം അധ്യായം 23 പറഞ്ഞത്. 22-ാം അധ്യായം 3. അവിടെ ഭഗവാൻ 33. അവിടെ ഭഗവാൻ പറയുന്നത്, ആ ശ്ലോകങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ മുഴുമിപ്പിക്കാം. ഭഗവാൻ കാല് വെച്ച് ഉടനെ പറയുന്നത്, ബ്രഹ്മൻ യം അനുഗൃണ്ണാമി തദ്വിജോ വിജനോമ്യഹം യന്മത പുരുഷസ്തബ്ദോ ലോകം മാം ചാപമന്യതേ. ഞാൻ മഹാബലി അനുഗൃണ്ണാമി, അങ്ങേ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ അങ്ങേ ചവിട്ടി താഴ്ത്തല്ല, അങ്ങേ അനുഗൃണ്ണാമി. വരികളാണ്, ഭാഗവത്തിലെ വരികൾ, നിങ്ങൾക്ക് നോക്കാം. പിന്നെ പറയാണ്, എന്തുകൊണ്ടാണ് ഞാൻ മഹാബലി അനുഗ്രഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്റെ സമ്പത്ത് മുഴുവൻ ഞാൻ കള്ളത്തരത്തിൽ അപഹരിച്ചു, പക്ഷെ ഇവന്റെ മനസ്സിനെ തളർത്താൻ എനിക്ക് പറ്റിയില്ല. ഇത്രയും തളരാത്തൊരു ഭക്തനെ ഞാൻ കൈവിടില്ല എന്നാണ്. ആരെ ഭഗവാൻ കൈവിടാതിരിക്കുക? മനസ്സ് തളരാത്തവൻ. അങ്ങനെയുള്ള മഹാബലിയെ ഞാൻ കൈവിടില്ല. എന്താ പിന്നെ ചെയ്യാൻ പോണത്? 33-ാം ശ്ലോകത്തിൽ പറയുന്നു, ഇന്ദ്രസേന മഹാരാജ യാഹിബോ ഭദ്രമസ്തുതേ. ഇന്ദ്രസേന ഭഗവാൻ വിളിക്കുക, ഭദ്രമസ്തുതേ. കുറച്ചൊക്കെ സംസ്കൃതം നിങ്ങൾക്ക് മനസ്സിലാവും തോന്നണം. ഭദ്രമസ്തുതേ. ഭദ്രമസ്തുതേ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ ഭദ്രവും അനുഗ്രഹവും ഉണ്ടാവട്ടെ. ആശീർവാദം കൊടുക്കുകയാണ്. എന്ത്? നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ. തലയിൽ കാല് വെച്ച് ചവിട്ടി താഴ്ത്തല്ല ചെയ്യണത്. എന്താ ചെയ്യണത്? എന്നിട്ട് പറയുന്നു, സുതലം സ്വർഗ്ഗവിപ്രാർത്യം ജ്ഞാതിവിപരിവാരിത. ആ വാക്കാണ് ഏറ്റവും പ്രധാനം. സുതലം സ്വർഗ്ഗവിപ്രാർത്യം. ഒന്ന് പറയൂ. സുതലം സ്വർഗ്ഗവിപ്രാർത്യം. ഒന്ന് പറയൂ എല്ലാവരും. സുതലം എന്ന് പറഞ്ഞാൽ സുതലമായ സ്ഥലം. സുതലം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ സ്ഥലം. സ്വർഗ്ഗവിപ്രാർത്യം. സ്വർഗ്ഗബി എന്ന് പറഞ്ഞാൽ സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠം, സ്വർഗത്തിനും മേലെ, സ്വർഗത്തിലും ഉന്നതമായ. അപ്പൊ സ്വർഗത്തിനും ഉന്നതമായ, സ്വർഗത്തിനേക്കാൾ ശ്രേഷ്ഠമായ സുതലം അങ്ങക്ക് ഞാൻ അനുഗ്രഹിക്കുന്നു എന്നാണ്. പാതാളം എന്നൊരു വാക്ക് ഭാഗവതത്തിൽ ഇല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും പറയണം, മഹാബലി സ്വർഗ്ഗവി പ്രാർത്യം സുതലം. ആ വാക്ക് പറയൂ. ആ ശ്ലോകത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ, അതിന്റെ വ്യാഖ്യാനം എടുത്ത് വായിക്കുമ്പോൾ, ഭഗവാൻ മഹാബലിയെ ഒരിക്കലും അനുഗൃണ്ണാമി സ്വസ്തി അസ്തുതേ ഭദ്രമസ്തുതേ എന്ന് പറയുമ്പോൾ അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ. എന്ത് ചെയ്തിട്ടില്ല? ദ്രോഹിച്ചിട്ടില്ല,
മഹാബലിയെ പാതാളത്തിലേക്കല്ല ചവിട്ടിത്താഴ്ത്തിയത്. മഹാബലിയെ സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലം. പറയൂ, ഒന്നുകൂടി ഉറക്കെ പറയൂ. അതിന് സംസ്കൃതത്തില് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠം എന്നല്ല, സംസ്കൃതത്തില് സുതലം സ്വർഗഭിപ്രാർത്ഥ്യം എന്നാ പറഞ്ഞത്. എന്താണ് സ്വർഗഭിപ്രാർത്ഥ്യം? സ്വർഗഭിപ്രാർത്ഥ്യം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനും ഉള്ളവർ പോലും കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന, മനസ്സിലാവുണ്ടല്ലോ. ഇനി അതിനൊരു വേദാന്ത തത്വം പറയുകയാണെങ്കിൽ സ്വർഗം എന്നത് നമുക്ക് പുറത്തു നിന്ന് കിട്ടുന്ന സുഖത്തിന്റെ പേരാണ് സ്വർഗം. സുതലം എന്ന് പറയുന്നത് സമചിത്തമായ സുഖമാണ്. സുതലം ശ്രേഷ്ഠമായ ഒരു മാനസിക തലത്തിന്റെ പേരാണ് സുതലം. സ്വർഗം എന്നും ഒരുപോലെ ഉണ്ടാവില്ല. ബാഹ്യമായ സുഖങ്ങൾ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇന്ദ്രിയങ്ങളുടെ ശക്തി പോയാൽ ബാഹ്യസുഖത്തിന്റെ തീവ്രതയും. പറയൂ, ഒരു കൊച്ചുകുട്ടിക്ക് ചോക്ലേറ്റ് കാണുമ്പോൾ ഉണ്ടാവുന്ന എക്സൈറ്റ്മെന്റ് 98 വയസ്സുള്ള ഒരാൾക്കുണ്ടാവുമോ? ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, അല്ലേ? ശരിയല്ലേ? ഒരു ചെറുപ്പത്തിൽ കാണുന്ന ഒരു പലതിനോടുള്ള ആവേശവും മോഹവും പ്രായമാവും തോറും, കാരണം ഇനി അതിനൊന്നും പഴയ ശാമിങ് ഉണ്ടാവില്ല. ഉണ്ടാവുമോ? പറയൂറൊക്കെ ജീവിതം അതാണ്. അപ്പം സ്വർഗം എന്ന് പറയുന്നത് ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന സുഖങ്ങളെയാണ് എന്ത് പറയാ. എന്നാൽ മനസ്സിന്റെ സമചിത്തമായ സുഖദുഃഖേ സമേ കൃത്വ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധ്വായിച്ഛസ്വ ന ഏവം പാപം അവാപ്സ്യസി എന്നൊരു സമചിത്തമായ അവസ്ഥയുടെ പേരാണ് സുതലം. അത് മഹാബലിക്ക് കിട്ടിയത്. മഹാബലി കൃത്യമായ ചില അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു. മഹാബലിയെ കുറിച്ച് 6-ാം സ്കന്ധത്തിൽ പറയും, 12 പേര് ഭാഗവതം ദിവസവും ഉപാസിക്കുന്നവരാണത്രേ. 12 പേര് ഭാഗവതം അക്കാലത്ത് ഉപാസിച്ചിരുന്നു. ആരൊക്കെയാണ്? സ്വയംഭൂ, നാരദ ശംഭു, കുമാരകപിലോ മനു, പ്രഹ്ലാദോ, ജനകോ, ഭീഷ്മോ, ബലി, മഹാബലി, വയ്യാസകി, വയം, ഏതേമേ, ദ്വാദശ. ഈ 12 പേര് ശുദ്ധം വിശുദ്ധം ദുർബോധം യജ്ഞാത്വ അമൃതമശ്നുതേന. ഇവരെല്ലാം ഭാഗവതത്തെ ഉപാസിച്ചവരായിരുന്നു, ഈ 12 പേര്. അപ്പൊ മഹാബലി എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? ഭാഗവത തത്വം ഉൾക്കൊണ്ട ആളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു കഥയും പറഞ്ഞ് നമുക്കിനി ഉപസംഹരിപ്പിക്കാം.